ഹലോ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഇൻവിസിബിൾ ചെയിൻ എക്കാലത്തെയും ട്രെൻഡിങ് ആയ ലെയർ മാലയിൽ ഒന്ന് ചെയ്ത് നോക്കിയാലോ. ഞാനിപ്പോൾ 3 കളറാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ സെറ്റ് സാരിക്ക് അടിപൊളിയായിരിക്കും. നമുക്കിഷ്ടപ്പെട്ട കളറിലും മാച്ചിങ് ഡ്രസ്സിനൊക്കെ കറക്റ്റായിട്ട് കസ്റ്റമൈസ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ടൈപ്പ് ലെയർ മാലയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ലെയർ മാല ആയതുകൊണ്ട് തന്നെ നമുക്ക് 2 ലെയറാണ് ഞാനിപ്പം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 2 ഇൻവിസിബിൾ ചെയിൻ വേണം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇത്രയും സൈസിലുള്ള കുറച്ച് പെൻഡൻസ് ആണ്. വളരെ കുഞ്ഞതാണ്. അപ്പോൾ അങ്ങനെയാകുമ്പം നമുക്ക് അത്ര വളരെ ഹെവി ആയിട്ട് തോന്നില്ല. പിന്നെ നമുക്ക് വേണ്ടത് ആസ് യൂഷ്വൽ കൊളുത്താണ്. പിന്നെ നമുക്ക് വേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗിയർ ലോക്കാണ്. ഞാൻ പറയാറുണ്ട്, ഗിയർ വയർ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഗിയർ ലോക്ക് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെയാണ് നമുക്ക് ഒരു കട്ടിങ്സ് പോലെയുള്ള കുറച്ചുകൂടി ക്വാളിറ്റി കൂടിയ നമുക്ക് മാലയുടെ ഓപ്പോസിറ്റ് സൈഡിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട്, അതായത് കൊളുത്താൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഒരു സാധനം. പിന്നെ നമുക്ക് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള കുറച്ച് ഗോൾഡൻ ബീഡ്സ്. ഇത്ര പോലെ സാധനമാണ് ഞാനിപ്പം ഈ ഒരു ലെയർ മാലയ്ക്കായിട്ട് എടുത്തിട്ടുള്ളത്. ഇൻവിസിബിൾ ചെയിൻ കട്ട് ചെയ്ത് കിട്ടിയാൽ പിന്നെ നമുക്ക് ആകെ ഒരു ടോള് മാത്രമേ വേണ്ടൂ ഈ ഒരു മാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഓൾറെഡി 2 ചെയിൻ ആവശ്യമാണ്, അതായത് 2 ഇൻവിസിബിൾ ചെയിൻ ആവശ്യമാണ്. അത് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫസ്റ്റ് ചെയിനാണ് ഇങ്ങനെ കോർത്തെടുക്കാൻ വേണ്ടി നോക്കുന്നത്. ആദ്യം ഒരു ഗോൾഡൻ ബീഡ്സ് ഇട്ട് പിന്നീട് ഒരു ചെറിയൊരു പെൻഡൻറ്റ് ഇടുന്നു. പിന്നെ വീണ്ടും ഗോൾഡൻ ബീഡ്സ് ഇടുന്നു, പെൻഡൻറ്റ് ഇടുന്നു. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ലെയർ മാലയിൽ മുകളിലത്തെ ലെയറിൽ ഒരു 5 ചെറിയ പെൻഡൻറ്റും അതുപോലെ 2 സൈഡിലായിട്ടും ഓരോ പെൻഡൻറ്റിന് ശേഷം ഓരോ ഗോൾഡൻ ബീഡ്സ് ഇങ്ങനെയാണ് ഇട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് താഴെ വരുന്ന ചെയിനിന് ഒരു 7 പെൻഡൻറ്റും ആസ് യൂഷ്വൽ സെയിം പോലെ തന്നെ ആ ഒരു ഗോൾഡൻ ബീഡ്സ് അപ്പുറത്തിട്ടിട്ട് കോർത്തെടുക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന പരിപാടി. ഈ ഡബിൾ ലെയർ ഇൻവിസിബിൾ ചെയിൻ നമുക്ക് എത്ര ലെങ്ത്ത് വേണം ഒക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളാദ്യം ലെങ്ത്തൊക്കെ ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും. അപ്പോൾ ഞാനിവിടെ എടുത്തത് ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് ബീഡ്സുള്ള കോമ്പിനേഷൻ വരുന്ന ഒരു ചെറിയ പെൻഡൻസാണ്. അപ്പോൾ ഫസ്റ്റ് മുകളിലത്തെ ലെയറിന് ആവശ്യമായിട്ടുള്ള 5 കുഞ്ഞ് ബീഡ്സ് വെച്ചിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡായിട്ട് രണ്ടാമത്തെ ലെയറിന് ആവശ്യമായിട്ടുള്ള ഒരു 7 ബീഡ്സ് വെച്ചിട്ടും ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. കോർക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള ജോലിയല്ല, പക്ഷേ ഇനിയാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള ജോലി വരുന്നത്. ഇതിപ്പം ഡബിൾ ലെയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ 2 ലെയർ തമ്മിൽ എത്ര ഡിസ്റ്റൻസ് വേണം അങ്ങനെയൊക്കെ നമുക്ക് നോക്കേണ്ടി വരും. അതുപോലെ തന്നെ ഈ സെൻറ്ററിൽ ഇരിക്കുന്ന ഈ 5 ബീഡ്സിനെയും 7 ബീഡ്സിനെയും ഞാൻ ആദ്യം ഒറ്റൊരു പെൻഡൻ്റ് ആക്കിയിട്ട് മാറ്റാൻ പോവുകയാണ്. അതിനായിട്ട് 2 സൈഡിലേക്കൂടെയും ഓരോരോ ഗിയർ ലോക്ക് ഇടുന്നുണ്ട്. അപ്പം സെൻറ്ററിലേക്കാക്കിയിട്ട് ഇതൊക്കെ കൂടിയിട്ട് അപ്പുറത്തും വെച്ചിട്ട് ലോക്ക് ചെയ്ത് ഇതിനൊക്കെ കൂടിയും ഒറ്റൊരു പെൻഡൻ്റ് എന്ന രീതിയിലേക്ക് ആക്കി മാറ്റുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു പെൻഡൻ്റ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും അനങ്ങിയിട്ട് ആ ഒരു ഭംഗി നഷ്ടപ്പെടില്ല നമുക്ക്. അതുകൊണ്ട് തന്നെ അതിന് സെൻറ്ററിലൊന്ന് കറക്റ്റായിട്ട് പൊസിഷനിൽ കറക്റ്റായിട്ട് വെക്കുന്നുണ്ട്. ഈ ലെയർ മാല നമുക്ക് മറ്റ് ഇൻവിസിബിൾ ചെയിൻ ചെയ്യുന്ന പോലെ വളരെ ഈസി ആയിട്ടോ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. മിനിമം ഒരു 20 മിനിറ്റെങ്കിലും നമുക്കിതിന് വേണ്ടി വരും. ഇനി നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു ജോലി തന്നെയാണ്. എന്താ വെച്ചാൽ ഈ 2 പൊസിഷൻസും കറക്റ്റാക്കി വെച്ചതിന് ശേഷം 2 സൈഡിലും നമ്മുടെ ഗിയർ ലോക്ക് വെച്ചിട്ട് ഒന്ന് ലോക്ക് ചെയ്യുന്നുണ്ട്. പെൻഡൻ്റ് ആദ്യം ലോക്ക് ചെയ്യുന്നുണ്ട്, അതിനുശേഷം ഈ 2 ഗിയർ വയറും ചേർത്തിട്ട് കൂടി ലോക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് ഇതിൻ്റെ 2 സൈഡിലേക്കും മാത്രം ഗിയർ ലോക്ക് ഇടുന്നു, അവിടെ ലോക്ക് ചെയ്ത് ഇതൊറ്റ പെൻഡൻ്റ് ആക്കിയിട്ട് മാറ്റുന്നു. സെക്കൻഡ് ലെയറും അതുപോലെ തന്നെ 7 പെൻഡൻറ്റിനെ ഒന്ന് അടുപ്പിച്ച് വെച്ചിട്ട് ഇത് 2 ഭാഗത്തും ഗിയർ ലോക്ക് വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് അതൊരു വലിയൊരു പെൻഡൻ്റ് ആക്കിയിട്ട് മാറ്റുന്നു. ഇനി ഈ ഗിയർ ലോക്കൊക്കെ ഒന്ന് കറക്റ്റായി വെച്ച് നോക്കുക. ഇനി എക്സ്ട്രാ ഏതെങ്കിലും പോർഷൻ വരികയാണെങ്കിൽ അതൊന്ന് കട്ട് ചെയ്തൊന്ന് ലെവലാക്കിയിട്ട് വയ്ക്കുക. ലെവലാക്കി വെച്ച ശേഷം നമുക്ക് ഈ 2 ഗിയർ വയറിനുള്ളിലേക്ക് കൂടെയും ചേർത്ത് നമുക്ക് ഗിയർ ലോക്ക് ഇടാവുന്നതാണ്. അവിടെ
പ്രസ് ചെയ്ത് വെക്കുക. നമ്മൾ ഏകദേശം കഴുത്തിന് ബാക്കിലേക്ക് വരുന്നൊരു ഭാഗം നമ്മൾ 2 വയറായി കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഒറ്റ വയറായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്, കുറച്ചുകൂടി ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ ഒരു പൊസിഷൻ ഇപ്പുറത്തെ കൂടെ നോക്കിയിട്ട് അവിടെയും ഒരു ഗിയർ ലോക്ക് ഇട്ട് 2 ഗിയർ വയറിനുള്ളിലേയും കൂടി ഒറ്റ ഗിയർ ലോക്കാണ് ഇടുന്നത്. അപ്പം എല്ലാം കൂടി ഒരുമിച്ചങ്ങ് നിന്നോളും. അപ്പോൾ ഗിയർ ലോക്കിൻ്റെ ഹോള് വളരെ വലുതാണ്, അതുകൊണ്ട് ഈ 2 ഗിയർ വയറും സുഖമായിട്ട് പോവും. രണ്ടും ഒരേ ലെങ്ത്തിൽ തന്നെ ഇത് ലോക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, എങ്കിലാണ് കുറച്ചുകൂടി നല്ല ഭംഗി ഉണ്ടാവുക. ഇനി വീണ്ടും ഓരോരോ ഗിയർ ലോക്ക് കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് അവിടെ ലോക്ക് ചെയ്യുന്നുണ്ട്. ഇതും ഒരേ ലെങ്ത്തിൽ തന്നെ, 2 സൈഡിലും ഒരേ ലെങ്ത്തിൽ തന്നെ ഇതും ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു നല്ലൊരു ലുക്കൊക്കെ ഉണ്ടാവും, നല്ലൊരു നെക്ലേസ് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഇത്രയും ആയിക്കഴിഞ്ഞ് നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ ബുദ്ധിമുട്ടുള്ള പണിയൊക്കെ കഴിഞ്ഞു. ഇനിയൊരു കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള പണി കൂടി ഉണ്ട്, നമ്മുടെ കൊളുത്ത് കോർക്കുക എന്നുള്ളത്. ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ ശ്രദ്ധിച്ചാൽ മതി. ഈ എൻഡിങ് നമ്മളെപ്പോഴും ഒരേ ഒരു സൈസാക്കിയാൽ ഏറ്റവും നല്ലതാണ് നമുക്ക് കൊളുത്തൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് ഇങ്ങനെ ഡബിൾ എയിലൊക്കെ വരുന്ന സമയത്ത് ഒരേ ലെങ്ത്തിൽ വെക്കുക. എന്നിട്ട് 2 വയറും ചേർത്ത് ഒറ്റ കൊളുത്തിനുള്ളിലേക്ക്, അതായത് ഗിയർ ലോക്കിനുള്ളിലേക്ക് 2 ഗിയർ വയറും കൂടി ചേർത്ത് ഇടുക. പിന്നീട് നമ്മൾക്ക് കൊളുത്താണെങ്കിൽ കൊളുത്ത്, അല്ലെങ്കിൽ കട്ടറിങ്സ് ആണ് കട്ടറിങ്സ് എങ്കിൽ നമ്മളതിലേക്ക് ചേർക്കുക. ഞാനിവിടെ ഒരു സേഫ്റ്റിക്കായിട്ട് 2 ഗിയർ ലോക്കാണ് ഇടുന്നത്, ഒറ്റൊന്നല്ല. അതിനുശേഷം നമ്മുടെ കൊളുത്ത് വയ്ക്കുന്നു. പിന്നീട് ആ കൊളുത്തിനെ ചുറ്റി ആ ഗിയർ വയർ 2 ലോക്കിനുള്ളിലേക്കും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ 2 ലോക്കിനുള്ളിലേക്കൂടും കൂടി ചേർത്താൽ നല്ല കറക്റ്റായിട്ട് അവിടെ നിന്നോളൂ. ഇൻവിസിബിൾ ചെയിൻ ഇതന്നെയാണ് അറിയേണ്ടത്, നമ്മുടെ ഗിയർ ലോക്ക് എങ്ങനെ നന്നായിട്ട് കൊടുക്കാൻ പറ്റണം, ഗിയർ വയറിനെ എങ്ങനെ മാനേജ് ചെയ്യണം. ഈ 2 കാര്യം അറിഞ്ഞാൽ തന്നെ നമുക്ക് ഇൻവിസിബിൾ ചെയിനൊക്കെ നന്നായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ ഇൻവിസിബിൾ ചെയിൻ്റെ കൊളുത്ത് കൂടി റെഡി ആയിട്ടുണ്ട്. ഇതും കൂടി പ്രസ് ചെയ്ത് നമ്മുടെ കൊളുത്ത് റെഡിയായി. ഇനി ഇതേപോലെ തന്നെ മറ്റ് സൈഡിൽ ഒരു വട്ടക്കണ്ണി പോലെയുള്ള ഒരു കട്ടറിങ്സോ അങ്ങനെ എന്തെങ്കിലും സാധനം കൂടി ചേർത്ത് നമ്മുടെ ഈ ഒരു ഡബിൾ ലെയർ ആയിട്ടുള്ള ഈ ഒരു മാല റെഡി ആയിട്ടുണ്ടാവും. നമ്മുടെ മാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. 2 സൈഡിലും കൊളുത്തും കാര്യങ്ങളൊക്കെ കൊടുത്ത് കറക്റ്റ് അതിൻ്റെ ബീഡ്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് നോക്കിയിട്ടുണ്ട്. കറക്റ്റ് തന്നെയായിരുന്നു. ഇതാണ് ഈ മാലയുടെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇനി ഇൻവിസിബിൾ ചെയിനിൻ്റെ പുതിയ വീഡിയോസായിട്ട് കാണാം.